കൊച്ചിക്കാരൻ ഞാനാണ്, എന്നോട് പോയിക്കണ്ട, ഞാൻ പടം കണ്ടിട്ടില്ല. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രഷറായിരുന്നു ഫസ്റ്റ് പടമാണ്, ഒരുപാട് ടെൻഷൻ ഉണ്ടാവുമല്ലോ. പ്രഷറായിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടെൻഷൻ കുറച്ചുകൂടി കൂടി. പക്ഷേ പരിപാടി ഓക്കെയാണ്. ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസ് മലയാളത്തിലേക്ക് പുതിയ നായകൻ എല്ലാവരും ഏറ്റെടുക്കും. അപ്പൊ എന്ത് തോന്നുന്നു? ഇനി അങ്ങോട്ട് തുടർന്നും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകനായാലും മുഫിൻ എന്ന് പറഞ്ഞ പുതുമുഖം റാഫിക്കാൻ്റെ മകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ റാഫിക്ക, പിന്നെ ദേവിക നായിക, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബൈജു ചേട്ടൻ, സമദിക്ക, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യുവതലമുറക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സന്ദേശം കൃഷിക്കാരുടെ പടത്തിൽ തന്നെയാണ് അഭിനയിച്ചത്. നല്ല മെസ്സേജ് വരുന്ന ഒരു സിനിമയാണ്. എന്താണ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും ഇത് എന്റർടൈനർ ആയിരിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാം. അറിയാമല്ലോ, എല്ലാം പെർഫെക്റ്റ് ആണ്. ആളെല്ലാം റിയാലിറ്റി ആയിട്ട് അഭിനയിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ് സിനിമ. പ്രത്യേകിച്ച് ബാഡ് അഭിപ്രായം ഒന്നുമില്ല. എല്ലാവരും ഒന്നിനൊന്നായിട്ട് നല്ല രീതിക്ക് അഭിനയിച്ചു. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആദ്യം പ്രതീക്ഷ, പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കോമഡി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചിരിക്കാൻ നല്ല രീതിക്ക് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടം? കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ നല്ല പടം. ഫാമിലിയായിട്ട് കണ്ടിരിക്കാം. ആക്ഷനും ത്രില്ലറൊക്കെ ആയിട്ട് കോമഡി, പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പടമാണ്. ഇപ്പം സ്കൂളിലൊക്കെ ഡ്രഗ്സിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു പടം കറക്റ്റായിട്ട് എല്ലാം കൊള്ളാം. പാഠവും കിട്ടിയോ കുട്ടികൾക്കൊക്കെ? അങ്ങനെ മോറലായിട്ട് ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഭാവിയിൽ ദോഷം ചെയ്യണം അറിയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അത്യാവശ്യം ഫാമിലി ഓഡിയൻസിന് കുട്ടികളെയൊക്കെ കാണിക്കാം, അങ്ങനെ വഴിതെറ്റി പോവാതിരിക്കാം എന്നുള്ള ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ സിനിമയൊന്നുമല്ല, എങ്കിലും ഒരു ചെറിയ ഒരു ഫാമിലി പടം. അത്യാവശ്യം കോമഡി ഉണ്ട്. പിന്നെ അർജുൻ അശോകൻ ഒക്കെ തിരക്കേടില്ല, ജാഫർ അടിക്കാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ജോണി ചേട്ടൻ, അങ്ങനെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പടത്തിൽ. അർജുൻ അശോകൻ്റെ വേറൊരു ലുക്ക്, ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് നല്ല കസറി പോണ ഒരു സംഭവം. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വമ്പൻ പടം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന. പിന്നെ നാദർഷൊക്കെ തിരക്കില്ലാത്തൊരു ഡയറക്ടറാണല്ലോ. മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സങ്കടമുണ്ട് ഈ പടം കണ്ടിട്ട്. വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല. അതായത് മറ്റേ നാദിർഷ റാഫിയ കൂട്ടിയിട്ട് വന്നപ്പോൾ ഞാൻ കോമഡി പടമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കോമഡി അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട്. എന്നാലും അർജുൻ അശോകനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ ചെറിയ കോമഡി, സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കോമഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പടം വാച്ചബിളാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്, അസലായിട്ട്. നിങ്ങളല്ലേ പറയുന്നത്? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. അടിപൊളി, സൂപ്പർ. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല ഡ്രഗ് മാഫിയക്കെതിരെ ഒരു പോരാട്ടം കൂടെയാണ്. നല്ല മദ്യത്തിനെതിരെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഈ സിനിമ. അടിപൊളി. അർഷേഷകനും ദിലീപട്ടനും നാദർഷ മണിച്ചേട്ട അവരൊക്കെ ഒരു കോമ്പോ ആയിരുന്നല്ലോ. ആ കാലഘട്ടത്തിലൊക്കെ ഇയാൾ ചൈൽഡായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ അവരെ ഒരു മെയിൻ ലീഡിൽ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ പടം പോകുന്നത്. പക്ഷെ അതൊക്കെ തോന്നുന്നു ഡയറക്ടർ ഒരു മികവ് കൊണ്ട്
നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊക്കെ പഴയ ആൾക്കാരാണ് ഫീൽ ചെയ്യുന്നില്ല. വളരെ മികവോടെ തന്നെ പടം ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല പാട്ടുകളുണ്ട്. നാദൃശകളൊക്കെ ഫിലിം നമ്മൾ കാണാൻ വരുമ്പോൾ നമുക്കറിയാം, അമറക് ബറോന്തലൊക്കെ അറിയാലോ, ഹിറ്റ് പാട്ടുകൾ ഉണ്ടാവും. നല്ലൊരു കളർഫുൾ ആയിരിക്കും പടം. നമുക്കൊരു ലാഗ് അടിക്കുന്ന സംഭവമൊന്നുമില്ല. എന്തായാലും ഒരു 150-200 ഒക്കെ മുടക്കുന്നവർക്ക് തികച്ചും ലാഭകരമായിട്ടുള്ള ഒരു പടം തന്നെയാണ്. സപ്പോർട്ടായി വ്യത്യസ്തമായിട്ടൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അത് നമുക്കൊരു പുതുമായിട്ട് ഫീൽ ചെയ്തു. അതെ, ഇപ്പം എനിക്ക് വന്നേക്കുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. വില്ലനിൽ നിന്ന് മാറിയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇപ്പം എനിക്ക് വന്നേക്കുന്നത്. പിന്നെ ഇതിലും ലുക്കാണെങ്കിലും വൈറ്റ് താടിയൊക്കെ വെച്ചിട്ടുള്ള വേറൊരു ലുക്കാണ്. അപ്പം എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയരുത്. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഓഡിയൻസ് കൂടി വിചാരിച്ചാലേ നമുക്ക് വീണ്ടും ഇതുപോലെ നമുക്ക് പടങ്ങൾ വിജയിക്കുകയുള്ളൂ, നമുക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വളരെയധികം നിർണായകമാണ്. അപ്പോൾ എല്ലാവരും സിനിമ വന്ന് കാണണം, തിയേറ്ററിൽ നിന്ന് കാണുന്നത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് മൂവി ലവേഴ്സിന്റെയും കൂടെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ തന്നെ പടം ഇറക്കിയത് മൂവി ലവേഴ്സിന് എങ്ങനെയുണ്ടായിരിക്കും? അതെ, ഇത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നല്ലൊരു പോസിറ്റീവ് സൈനാണ്. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫുള്ളായിരുന്നു. എല്ലാവരും നല്ല കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു വേറൊരു ഡബിൾ മധുരം എന്ന് പറഞ്ഞ പോലെ നമുക്കതൊരു അഡീഷണൽ മധുരം കൂടി കിട്ടിയിട്ടുണ്ട്.